ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പം പൈത്തൺ ലിസ്റ്റ് ഇൻഡെക്സിങ് ആൻഡ് സ്ലൈസിങ് ആണ്. എന്താണ് നമുക്കറിയാം അല്ലേ, ഒരു ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്ന ലിസ്റ്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. നമുക്ക് ആദ്യം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, മാർക്സ് ഈക്വൽ ടു എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സ്ക്വയർ ബ്രാക്കറ്റിലാണ് ലിസ്റ്റ് ഉണ്ടാവുക ആൻഡ് ഈച്ച് എലമെൻറ്റ് സെപ്പറേറ്റഡ് ബൈ എ കോമ. അപ്പം നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. 30, 40, 10, then 15, then 18. ഓക്കെ, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ് ഇൻഡെക്സിങ്? നമ്മൾ പറഞ്ഞല്ലേ, ഇൻഡെക്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിലുള്ള ഓരോ എലമെൻറ്റിനും എന്തുണ്ടാവും, ഒരു ഇൻഡെക്സ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ കോമയാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഓരോ എലമെൻറ്റിനും എന്തുണ്ടാവും, ഓരോ ഇൻഡെക്സ് ഉണ്ടാവും. ലിസ്റ്റിലുള്ള ഓരോ എലമെൻറ്റിനും ഓരോ ഇൻഡെക്സ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻഡെക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ലിസ്റ്റിലെ ഓരോ എലമെൻറ്റിനെയും ആക്സസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എങ്ങനെയാ ഒരു എലമെൻറ്റിലോട്ട് ആക്സസ് ചെയ്യുക? ഇപ്പോൾ പ്രിൻറ്റ്, എനിക്ക് 40 എന്നുള്ള എലമെൻറ്റിന് പ്രിൻറ്റ് ചെയ്യണം. അപ്പം പ്രിൻറ്റ് എന്താണ്, മാർക്സ്, ലിസ്റ്റിൻ്റെ നെയിം, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇൻഡെക്സ്. 40യുടെ ഇൻഡെക്സ് എന്തായിരിക്കും? ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട്സ് ഫ്രം 0 അല്ലേ. ലാസ്റ്റ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും നമ്പർ ഓഫ് എലമെൻറ്റ്സ് മൈനസ് 1 ആയിരിക്കും. സോ 40യുടെ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 0, 1. സോ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. 40 പ്രിൻറ്റ് ചെയ്ത് കിട്ടി. അപ്പം ഇൻഡെക്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇൻഡെക്സ് നമ്പർ വെച്ച് ഓരോ എലമെൻറ്റിനും ആക്സസ് ചെയ്യുന്നതിന് ഓരോ എലമെൻറ്റിനും ഓരോ ഇൻഡെക്സ് ഉണ്ടാവും. ഇനി സ്ലൈസിങ് എന്താണ് സ്ലൈസിങ് എന്ന് പറയുന്നത്? ഓക്കെ, എനിക്ക് ഇപ്പം നമ്മൾ ഒരു എലമെൻറ്റിനെ ആക്സസ് ചെയ്തു അല്ലേ, അതുപോലെ എനിക്കിപ്പം എന്താണ് 40 മുതൽ 15 വരെ ഉള്ളത്, ഇത് 40, 10, 15 ഈ 3 നമ്പർ മാത്രം പ്രിൻറ്റ് ചെയ്യണം. ഒരു പാർട്ട് മുതൽ ഒരു പാർട്ട് വരെ, ഒരു എലമെൻറ്റ് മുതൽ ഒരു എലമെൻറ്റ് വരെ പ്രിൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു ലിസ്റ്റിൽ നിന്ന് ഒരു സർട്ടൺ എലമെൻസിനെ, നമുക്ക് വേണ്ട സർട്ടൺ എലമെൻസിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സ്ലൈസിങ്. ഓക്കെ, സ്ലൈസ് ചെയ്തെടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സ്ലൈസിങ്. അപ്പോൾ എങ്ങനെയാണ് സ്ലൈസിങ് ചെയ്യുന്നത്? പ്രിൻറ്റ് ഏത് മുതൽ, ഇപ്പോൾ എനിക്ക് 40 മുതൽ എന്താണ് 15, 40, 10, 15 എന്നുള്ള 3 എലമെൻ്റാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പം മാർക്സ്, ദെൻ ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്. 40യുടെ ഇൻഡെക്സ് എത്രയാ? 0, 1 ആണല്ലേ. 40യുടെ ഇൻഡെക്സ് 1. ഇനി പുട്ട് എ കോളൻ, ഒരു കോളൻ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടത് എത്ര? 15. 15ൻ്റെ ഇൻഡെക്സ് നമ്പർ എത്ര? 0, 1, 2, 3 ആണല്ലേ. 3. പക്ഷെ നമ്മളിവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ് വന്നത്? 40യും 10ഉം മാത്രമേ വന്നുള്ളൂ. 15 വരെ വേണം. 15ൻ്റെ ഇൻഡെക്സ് നമ്പർ 3 ആണ്, പക്ഷെ 15 വന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? വരില്ല. 3 കൊടുത്തു കഴിഞ്ഞാൽ 3ന് തൊട്ട് മുന്നേ ഉള്ള 2 വരെ ആയിരിക്കും പ്രിൻ്റ് ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ 3 വേണമെങ്കിൽ നമ്മൾ എത്ര? 15 എലമെൻറ്റ് വേണമെങ്കിൽ നമ്മൾ എത്ര കൊടുക്കണം? 15ൻ്റെ ഇൻഡെക്സ് നമ്പർ 3 ആണ്. അപ്പോൾ 3 എന്നുള്ള ഇൻഡെക്സ് നമ്പർ വരെ വരണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? 4 കൊടുക്കണം. ഇനി ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. കിട്ടിയല്ലേ. അപ്പോൾ 40, 10, 15 കിട്ടി. അപ്പോൾ ഇതുപോലെ എന്താ വേറൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. ഇനി എനിക്ക് 1 അല്ല 0 മുതലുള്ളത് വേണം. 0 കൊടുത്ത് നോക്കാം. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. 30, 40, 10, 15 ഇങ്ങനെയാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. ഇനി എനിക്ക് 30 മുതൽ അങ്ങോട്ടുള്ള എല്ലാ നമ്പേഴ്സും വേണമെന്ന് വിചാരിക്കാം. ഓക്കെ, 30ന്ന് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് അങ്ങോട്ടുള്ള എല്ലാ നമ്പേഴ്സും വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ 30യുടെ ഇൻഡെക്സ് നമ്പർ എന്താ? 30യുടെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആണല്ലേ. അപ്പോൾ എങ്ങനെ കൊടുക്കാം? പ്രിൻറ്റ് മാർക്സ്, ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്, 30യുടെ ഇൻഡെക്സ് നമ്പർ 0. അതിനുശേഷം പുട്ട് എ കോളൻ. ഇനി 30 മുതൽ അങ്ങോട്ട് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം പ്രിൻറ്റ് ചെയ്യണം അല്ലേ. അതെങ്ങനെ ചെയ്യാം? ഒരു കോളൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ എന്താ, അതുമുതലുള്ള എല്ലാ എലമെൻറ്റ്സും എൻഡ് വരെയുള്ള എലമെൻറ്റ്സ് പ്രിൻ്റ് ആയി കിട്ടും. ഇനി എനിക്ക് എന്താണ്, ഇനി ഞാൻ 18
18 സെലക്ട് ചെയ്യുവാണ്. 18 ലാസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള 18 ഇൻഡെക്സ് നമ്പർ വെച്ച് 18 ഇൻഡെക്സ് നമ്പർ വെച്ച് എനിക്ക് 18 ഫ്രണ്ടിലുള്ള, അതായത് 18 മുതൽ സ്റ്റാർട്ടിങ് വരെയുള്ള ഫ്രണ്ട് വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാമായിരിക്കും? പ്രിന്റ് മാർക്സ്, ഒരു കോളൻ 18ൻ്റെ ഇൻഡെക്സ് നമ്പർ. 18ൻ്റെ ഇൻഡെക്സ് നമ്പർ എത്ര? 0 1 2 3 4 0 1 2 3 4 ആണല്ലേ. ഇനി അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പം എന്ത് കിട്ടി? വെയിറ്റ് ഓക്കെ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇങ്ങനെ ഇത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല വരുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിലെ ഇൻഡെക്സ് നമ്പർ ആൻഡ് പുട്ട് എ കോളൻ, എന്നിട്ട് ഒരു കോളൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ഇൻഡെക്സ് നമ്പർ മുതലുള്ള എല്ലാം കിട്ടും. പക്ഷേ എൻഡിൽ ഇതേ പ്രോസസ്സ് റിവേഴ്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഉള്ളത് കിട്ടൂല. അതിന് പകരം വെയിറ്റ്, ഓക്കെ, സ്റ്റാർട്ടിങ് എന്താണ്, എനിക്ക് എന്താണ് ഞാൻ പറയുവാണ്, എനിക്ക് 5th ഇൻഡെക്സ് വരെയുള്ള എല്ലാം പ്രിന്റ് ചെയ്ത് കിട്ടണം. ഇതിൽ 5 ഇല്ല, സോറി 4th ഇൻഡെക്സ് വരെ. 4th ഇൻഡെക്സിൽ കിടക്കുന്ന ആരാ? 18. സോ 18 ഉള്ളത് വരെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നേരത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. മാർക്സ് പുട്ട് എ കോളൻ, ഒരു കോളൻ ഇട്ടാൽ മതി. ഓക്കെ, ഒരു കോളൻ ഇട്ടിട്ട് 18ൻ്റെ ഇൻഡെക്സ് നമ്പർ എത്ര? 5. പക്ഷേ 18 പ്രിന്റ് ആവുമോ? ഓക്കെ, 5 ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. 5 എന്നുള്ള ഇൻഡെക്സ് നമ്പർ ഇതിനകത്തില്ല. അപ്പം 18ൻ്റെ ഇൻഡെക്സ് നമ്പർ 4 ആണ്. അപ്പോൾ 4 കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. എപ്പോഴും റൈറ്റിൽ വരുന്നത്, അതായത് നമുക്ക് ഏത് വരെ വേണം എന്നുള്ളത് കിട്ടണമെങ്കിൽ എപ്പോഴും അതിൽ 1 ആഡ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇവിടെ 4 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 15 വരെ ഉള്ളതായിരിക്കും പ്രിന്റ് ആവുന്നുണ്ടാവുക. ഓക്കെ, 0 മുതൽ അങ്ങോട്ടുള്ള എല്ലാം, 0 മുതൽ അങ്ങോട്ടുള്ള, അപ്പം ഇവിടെയും ഒരു കോളൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ ഓരോന്നും ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറയുമ്പോൾ അത് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ഒന്നും കൂടെ പറയാം. ഇതൊരു ലിസ്റ്റാണ്. ഇതിൽ മാർക്സ് ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് എന്താണ്? ആ ഇൻഡെക്സിലുള്ള 1 എന്ന് പറയുന്ന ഇൻഡെക്സിലുള്ള എലമെന്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി. ഇനി 0:4 ഇതെന്ന് പറയുന്നത് 0 മുതൽ 3rd ഇൻഡെക്സിലുള്ള നമ്പർ വരെ പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. 4 നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 4ലുള്ളത് കിട്ടില്ല. 0 ഇൻഡെക്സ് മുതൽ 3 വരെ ഉള്ളത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു. ഇനി ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് മുതൽ അങ്ങോട്ട് ഫുള്ളായിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ 0 മാറ്റി ഞാനിപ്പം 2 കൊടുക്കുവാണ്. 2 കൊടുക്കുക മീൻസ് 2 ഇൻഡെക്സിലുള്ള നമ്പർ ഏതാ? 0 1 2 10 ആണല്ലേ. 10 മുതൽ അങ്ങോട്ടെല്ലാം പ്രിന്റ് ആവും. ഓക്കെ, 10 മുതൽ അങ്ങോട്ടെല്ലാം പ്രിന്റ് ആവാൻ വേണ്ടി ഒരു നമ്പർ, ഒരു ഇൻഡെക്സിലുള്ള എലമെന്റ് മുതൽ അങ്ങോട്ടെല്ലാം പ്രിന്റ് ചെയ്യാൻ വേണ്ടി ആ ഇൻഡെക്സ് നമ്പർ കൊടുക്കുക, ദെൻ കോളൻ കൊടുക്കുക. ഇനി ഇതെന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് വരെ ഉള്ളത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി, ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് വരെ ഉള്ളത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു. പക്ഷേ എൻഡിൽ കൊടുക്കുമ്പോൾ 4 കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വരെ പ്രിന്റ് ആവത്തുള്ളൂ? 3 വരെ ഉള്ളതേ പ്രിന്റ് ആവത്തുള്ളൂ. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഒന്നാമത്തെ എന്താണ്? പ്രിന്റ് മാർക്സ് ഓഫ് ഇൻഡെക്സ് നമ്പർ 1. 1ലുള്ള ഇൻഡെക്സ് ഏതാ? 0 1 40 ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. അടുത്തത് 0 ഇൻഡെക്സിലുള്ളത് മുതൽ 3rd ഇൻഡെക്സിലുള്ളത് വരെ. 3rഡിലുള്ളത് വേണ്ടതുകൊണ്ട് 4 കൊടുത്തേക്കുന്നു. സോ 3rd ഏതാണ്? 3rd എന്ന് പറയുമ്പോൾ 0 1 2 3 15 വരെ. സോ 15 വരെ ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഓരോ കോഡും, ഓരോ ലൈൻ ഓഫ് കോഡും ദെൻ ഔട്ട്പുട്ടും ഒന്ന് നോക്കാം. അടുത്തത് 2 മുതൽ അങ്ങോട്ട്, ഇൻഡെക്സ് നമ്പർ 2 മുതൽ അങ്ങോട്ട് 0 1 2 10 മുതൽ അങ്ങോട്ട്. സോ 10 15 18 പ്രിന്റ് ആയി. ഇനി പ്രിന്റ് മാർക്സ് ഇൻഡെക്സ് നമ്പർ 4 വരെ, അതായത് 3rd ഇൻഡെക്സ് വരെ പ്രിന്റ് ആവും. സ്റ്റാർട്ടിങ് മുതൽ 30 40 10, 3rd ഇൻഡെക്സിലുള്ളത് 15 വരെ പ്രിന്റ് ആയി. 4th ഇൻഡെക്സിലുള്ളത് പ്രിന്റ് ആവത്തില്ല. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ എനിക്ക് എന്താണ്? സെക്കൻഡ് ഇൻഡെക്സിലുള്ളത് പ്രിന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രിന്റ് ആവേണ്ടത് എന്താണ്? 4th ഇൻഡെക്സിലുള്ള, അതായത് ഒന്ന് ഇടവിട്ട് എനിക്ക് പ്രിന്റ് ആവണം. സെക്കൻഡ് കഴിഞ്ഞ് ഏത് പ്രിന്റ് ആവണം? 4th പ്രിന്റ് ആവണം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ എങ്ങനെ കൊടുക്കാം? മാർക്സ് സെക്കൻഡ് ഉള്ളത് പ്രിൻ്റ് ആവണം. ദെൻ എന്താണ് ഫോർത്തിലുള്ളത് പ്രിൻ്റ് ആവണമെങ്കിൽ ഏത് കൊടുക്കണം? 5 കൊടുക്കണം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു കോളനും കൂടെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഗ്യാപ്പ് എത്രയാണ് വരുന്നത്? സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ 4 ആണ് വേണ്ടത്. സോ അത് രണ്ടും നമ്മളുടെ ഗ്യാപ്പ് എത്ര? 2 കൊടുക്കും. 2 ഇൻഡെക്സ് അപ്പുറത്ത് പ്രിന്റ് ചെയ്യണം. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സെക്കൻഡ് 0 1 2 ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം എന്താണ് സംഭവിച്ചത്? 10 എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻഡെക്സിലുള്ളതാണ്. 10ന്റെ ഇൻഡെക്സ് ആണ് എന്ത്? 2 എന്ന് പറയുന്നത്. 18ന്റെ ഇൻഡെക്സ് ആണ് എന്ത്? 4 എന്ന് പറയുന്നത്. അവിടെ 18 വേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്? 4ന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. അത് 18 പ്രിന്റ് ആവണമെങ്കിൽ 18ന്റെ ഇൻഡെക്സ് നമ്പർ 4 ആണ്. പക്ഷെ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ എത്രയാണ്? 5 ആണ് അല്ലേ? അപ്പം 2 സെക്കൻഡ് ഇൻഡെക്സിലുള്ള 10ഉം ഫോർത്ത് ഇൻഡെക്സിലുള്ള 18ഉം പ്രിന്റ് ആവാൻ വേണ്ടി 2 കൊടുക്കുന്നു, 5 കൊടുക്കുന്നു. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് വേണ്ടത് ഏതാ? 2ഉം 4ഉം ഇൻഡെക്സ് ആയിരുന്നില്ലേ? സോ 4 - 2 എത്ര? 2. എത്ര ഇൻഡെക്സ് ഗ്യാപ്പ് ആണ് വേണ്ടത്? അതിവിടെ കൊടുക്കാം. ഇനി വേറെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. പ്രിന്റ് എനിക്ക് 0 ഇൻഡെക്സിലുള്ളത് പ്രിന്റ് ആവണം. ഓക്കെ, 0 ഇൻഡെക്സിലുള്ളത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടത് തേർഡ് ഇൻഡെക്സിലുള്ളത്. തേർഡ് ഇൻഡെക്സിലുള്ളതാ വേണ്ടെങ്കിൽ 4 കൊടുക്കണം. 0ഉം 3ഉം തമ്മിലുള്ള ഗ്യാപ്പ് 3 കൊടുക്കും. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കണം. എന്ത് സംഭവിച്ചു? 0 ഇൻഡെക്സിൽ ആരാ ഉള്ളത്? 30. തേർഡ് ഇൻഡെക്സിൽ ആരാ ഉള്ളത്? 15. ഓക്കെ, അത് കറക്റ്റായിട്ട് ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് എന്താണ് ഓരോ ഇൻഡെക്സ് ഗ്യാപ്പിൽ, അതായത് ഇൻഡെക്സ് ഗ്യാപ്പ് എന്ന് പറയുമ്പം ഒന്നിടവിട്ടെന്ന് പറയുമ്പം ഗ്യാപ്പ് എത്ര വരുന്നത്? 2 ആയിരിക്കും അല്ലേ വരുന്നുണ്ടാവുക. കാരണം എന്താണ്? ഒന്നിടവിട്ടെന്ന് പറയുമ്പം ഫസ്റ്റ് ഇൻഡെക്സിൽ നിന്ന് അടുത്ത ഇൻഡെക്സിലോട്ടുള്ള ഗ്യാപ്പ് എത്ര ആയിരിക്കും? 2 ആയിരിക്കും അല്ലേ? അപ്പോൾ ഒന്നിടവിട്ടെന്ന് പറയുമ്പോൾ ഗ്യാപ്പ് എപ്പോഴും എന്താണ് വരുന്നത്? 2 ആണ്. ഓൾട്ടർനേറ്റ് ആയിട്ട് ആണ് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഗ്യാപ്പ് വരുന്നത് എപ്പോഴും 2 ആണ്. ഇനി എനിക്ക് സ്റ്റാർട്ടിങ് മുതൽ എന്താണ് ഇപ്പം ഈ ലിസ്റ്റ് ഉണ്ടല്ലോ, ഞാനൊരു നമ്പറും കൂടെ ഇവിടെ ആഡ് ചെയ്യാം. 90 ആഡ് ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് എനിക്ക് ഒന്നിടവിട്ട് പ്രിന്റ് ചെയ്യണം. അതായത് 30 പ്രിന്റ് ചെയ്താൽ പിന്നെ എനിക്ക് 10 മതി, 40 വേണ്ട. 30 40 വിടുന്നു, 10 പ്രിന്റ് ചെയ്യണം, 15 വേണ്ട, 18 പ്രിന്റ് ചെയ്യണം, 90 വേണ്ട. അതെങ്ങനെ ചെയ്യാം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോളൻ ഇടുന്നു, എഗെയിൻ ഒരു കോളൻ. ഗ്യാപ്പ് എത്ര ആണ്? സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ വേണം. സോ പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും നമ്മൾ കൊടുക്കണ്ട, ഗ്യാപ്പ് മാത്രം കൊടുത്താൽ മതി. കാരണം സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ വരണം. ഗ്യാപ്പ് എത്ര? 2. നേരത്തെ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് കൊടുത്തു, ദെൻ എൻഡ് ഇൻഡെക്സ് കൊടുത്തു, ദെൻ ഗ്യാപ്പ് കൊടുക്കുന്നു. ഇവിടെ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് കോളൻ ജസ്റ്റ് 2 കോളൻ ഇട്ടിട്ട് ഗ്യാപ്പ് മാത്രം കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നിടവിട്ടുള്ളത് പ്രിന്റ് ആയി കിട്ടും. ഇവിടെ നോക്ക്, 30 ദെൻ 10 ദെൻ 18. ഇനി അടുത്തത് എന്താണ്? എനിക്ക് ഓക്കെ, ഒരു പർട്ടിക്കുലർ നമ്പർ തൊട്ടിട്ട്, അതായത് പർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള നമ്പർ തൊട്ടിട്ട് അങ്ങോട്ടെല്ലാം ഒന്ന്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഒന്നിടവിട്ട് പ്രിന്റ് ചെയ്തു. ഇനി അതിന് പകരം ഞാൻ പറയുവാണ് 40 മുതൽ എനിക്ക് ഒന്നിടവിട്ട് പ്രിന്റ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ് ഇൻഡെക്സ് കൊടുക്കണം. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എന്തായിരിക്കും? 40യുടെ ഇൻഡെക്സ് എത്ര? 1. ദെൻ എൻഡ് ഇൻഡെക്സ് കൊടുക്കുന്നില്ല, അങ്ങോട്ടെല്ലാം പ്രിന്റ് ചെയ്യണം. സോ എന്ത് കൊടുക്കുന്നു? കോളൻ കൊടുക്കുന്നു. അഗെയിൻ എൻഡ് ഇൻഡെക്സ് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. ഇനി ഗ്യാപ്പ് കൊടുക്കുക. ഗ്യാപ്പ് എത്ര? 2. 40 മുതൽ എന്തായി? 40 പ്രിന്റ് ചെയ്തു, ദെൻ 10 വിട്ടു, 15 90. ലാസ്റ്റത്തെ ടെർമിനലിലുള്ള ഔട്ട്പുട്ട് നോക്കൂ, 14 15 90. ഓക്കെ,
ഇപ്പോൾ എന്താ സംഭവിച്ചാൽ ഇനി ഇതേ സെയിം സാധനം തന്നെ, ഇത് മൂന്നും ഒരേ കോൺസെപ്റ്റാണ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ, അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ഇൻഡെക്സും ലാസ്റ്റ് ഉള്ള ഇൻഡെക്സും മെൻഷൻ ചെയ്തിട്ടുള്ള ഗ്യാപ്പ് മാത്രം കൊടുത്തു. ഇവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് മുതൽ അങ്ങോട്ടല്ല, സോ സ്റ്റാർട്ടിങ് ഇൻഡെക്സും മെൻഷൻ ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ്, ഒരു പർട്ടിക്കുലർ എലമെന്റ് വരെ എല്ലാം പ്രിന്റ് ആവണം. സോ ആ എലമെന്റിന്റെ ഇൻഡെക്സ് നമ്പർ, ആ എലമെന്റ് ഇപ്പം ഞാനിവിടെ 4 കൊടുത്തിട്ടുള്ളത്, അപ്പോൾ എന്താവത്തില്ല, 4th ഇൻഡെക്സിലുള്ളത് പ്രിന്റ് ആവത്തില്ല. തേർഡ് ഇൻഡെക്സിലുള്ള വരെ, സ്റ്റാർട്ടിങ് മുതൽ തേർഡ് ഇൻഡെക്സിലുള്ള വരെ പ്രിന്റ് ആവും. എങ്ങനെ, ഗ്യാപ്പ് 2, സോ ഒന്നിടവിട്ട് പ്രിന്റ് ആവും. ഇവ തേർഡ് ഇൻഡെക്സിലുള്ളത് ഏതാ, തേർഡ് ഇൻഡെക്സിലുള്ളത് 0 1 2 3 15 ആണ്. അപ്പം 15 വരെ ഒന്നിടവിട്ട് പ്രിന്റ് ആവും. സോ 30 10, 30 കഴിഞ്ഞ് 40 മിസ്സായി 10 വരെ പ്രിന്റ് ആയി. അപ്പം ഇത്രയാണ് സ്ലൈസിങ്ങിൽ വരുന്ന കോൺസെപ്റ്റ് ഉള്ളത്. ഇനി റിവേഴ്സിങ് ഓഫ് എ ലിസ്റ്റ്. ഒരു ലിസ്റ്റ് എങ്ങനെ എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റ് എങ്ങനെ റിവേഴ്സ് ചെയ്യാം. അപ്പോൾ ഈ ലിസ്റ്റിനെ നമ്മൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, സിമ്പിളാണ്. ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി കോളൻ ഇടുക. ഇനി ഇൻഡെക്സ് നമ്പർ എന്ത് ചെയ്യുക, -1 കൊടുക്കുക. അപ്പം അവസാനം വരുന്ന ഔട്ട്പുട്ട് നോക്കൂ, ദേ നമ്മുടെ ലിസ്റ്റ് നേരെ റിവേഴ്സ് ആയിട്ട് പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ലിസ്റ്റ് നമ്മളിപ്പം ഈ 30 എന്നുള്ളതിന് ഇൻഡെക്സ് നമ്പർ 0, അങ്ങോട്ട് 1 2 3 4 5 ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഇനി എനിക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ഇപ്പം 18 എന്നുള്ള നമ്പർ എനിക്ക് ആക്സസ് ചെയ്യണം. 18 എന്നുള്ള നമ്പർ ഇതൊരു വലിയ ലിസ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് ഇപ്പം ഞാൻ കുറച്ച് നമ്പേഴ്സ് കൊടുക്കുവാണ്. 78 90 18 then 45 then 78 then 90 91. ഓക്കെ, അപ്പം ഇനി എനിക്ക് 45 എന്നുള്ള നമ്പറിനെ ആക്സസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ എണ്ണാൻ വയ്യ, 0 1 2 3 4 5 6, എത്ര എണ്ണണം, കുറേ എണ്ണണം അല്ലേ. അപ്പോൾ 45 ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും, നമുക്ക് ഇൻഡെക്സ് നമ്പർ അറിയില്ലെന്ന് വിചാരിക്കുക, അപ്പോൾ ഇത്രയും നമ്മൾ എണ്ണി പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് റൈറ്റിൽ നിന്ന് ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ, 91ൻ്റെ ഇൻഡെക്സ് എന്ത് വരും, 91ൻ്റെ ഇൻഡെക്സ് എന്ത് വരും, എങ്ങനെയാണ് ഇൻഡെക്സ് നമ്പർ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ -1 -2 -3 ഇങ്ങനെ ഇൻഡെക്സിങ് ചെയ്യാം. ഇങ്ങനെ ഇൻഡെക്സിങ് ചെയ്യാം. എങ്ങനെയാണ് വരുന്നത്, 91ൻ്റെ ഇൻഡെക്സ് -1, 78ൻ്റെ -2, 45ൻ്റെ -3. അത് വെച്ചു എനിക്ക് എന്ത് ചെയ്യാം, 45നെ ആക്സസ് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 1 2 3 4 5 6 7 8 9 ആണല്ലേ. ഇപ്പം 45നെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ് നമ്മൾ നോർമലി പഠിച്ച മെത്തേഡിൽ മാർക്സ് ദെൻ 9 കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമല്ലേ. ഒന്നത് പ്രിന്റ് ചെയ്ത് നോക്കാം. ദേ 45 ഫസ്റ്റ് ഔട്ട്പുട്ട് നോക്കും. നമ്മൾ ആദ്യത്തെ പ്രിൻ്റാണ്. സോ ഫസ്റ്റ് 45 കിട്ടിയിട്ടുണ്ട്. അതിന് പകരം എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഇവിടുന്ന് ഇൻഡെക്സ് ചെയ്ത് -1 -2 -3 കൊടുക്കാം. -3 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദേ അഗൈൻ കിട്ടി 45. സോ ഇത്രയാണ് ഇത്രയാണ് സ്ലൈസിങ്ങിൽ പറയാനുള്ളത്. ഇൻഡെക്സിങ് ആൻഡ് സ്ലൈസിങ് ഓഫ് എ ലിസ്റ്റിൽ പറയാനുള്ളത് ഇത്രയും കോൺസെപ്റ്റാണ്. ഇതെന്ന് പറയുമ്പം, ഒന്നാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യുന്നു. ഇതെന്ന് പറയുമ്പോൾ 7th ലൈനിലുള്ള ഇതെന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് മുതൽ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് വരെ പ്രിന്റ് ചെയ്യാൻ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, 4 കൊടുത്തു കഴിഞ്ഞാൽ 3 വരെ പ്രിന്റ് ആവത്തുള്ളൂ. സോ നമുക്ക് 0 ഇൻഡെക്സ് മുതൽ തേർഡ് ഇൻഡെക്സ് വരെയാണ് വേണ്ടതെങ്കിൽ എൻഡിങ് ഇൻഡെക്സ് എന്ത് കൊടുക്കണം, 4 കൊടുക്കണം. ഇനി അടുത്തത് ഇതാണെങ്കിൽ എന്താണ്, 2 മുതൽ അങ്ങോട്ടല്ല. ഇതാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ 4 വരെ എന്ന് പറയുമ്പോൾ 4 വരത്തില്ല, 3 വരെ. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്താ പ്രിന്റ് ആവുക, 2 മുതൽ 5 ആണുള്ളത്, പക്ഷെ 4 വരെ. 2 മുതൽ 4 വരെ എല്ലാം പ്രിന്റ് ആവും. എങ്ങനെ, ഗ്യാപ്പ് 2 ആണ്, അതായത് ഒന്നിടവിട്ട് പ്രിന്റ് ആവും. ഇനി ഗ്യാപ്പ് 3 ആയി കൊടുത്തു കഴിഞ്ഞാൽ അടുത്തുള്ള 2 എലമെന്റ് മിസ്സായിട്ട് അടുത്തതായിരിക്കും പ്രിന്റ് ആവുക. അടുത്തത് ഇത്
ഓക്കെ, ഇതാണെങ്കിൽ എങ്ങനെയാണ് 0 മുതൽ 4 വരെ എത്ര ഫസ്റ്റ് എലമെന്റ് പ്രിന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ തേർഡ് എലമെന്റ് ആയിരിക്കും പ്രിന്റ് ആവുന്നത്. അതായത് 2 എലമെന്റ് മിസ്സായിട്ട് അടുത്തതായിരിക്കും പ്രിന്റ് ആവുന്നത്. സോ ഗ്യാപ്പ് 3, 0 മുതൽ 3 വരെ. 4 ആണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ 3 വരെ പ്രിന്റ് ആവത്തുള്ളൂ. ഗ്യാപ്പ് 3. ദെൻ ഇതാണെങ്കിൽ എന്താണ്, ഇതാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ പ്രിന്റ് ആവും. സോ സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും നമ്മൾ കൊടുത്തിട്ടില്ല, 2 കൊടുത്തിട്ടുണ്ട്. 2 എന്താണ്, ഗ്യാപ്പ് ആണല്ലേ. അപ്പം ഓരോന്നും തമ്മിലുള്ള ഗ്യാപ്പാണ്. അപ്പം എന്താണ്, ഒന്നിടവിട്ട് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ പ്രിന്റ് ആവും. ഇതാണെങ്കിൽ എന്താണ്, സ്റ്റാർട്ടിങ് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്, എൻഡ് ഇൻഡെക്സ് കൊടുത്തിട്ടില്ല. അപ്പം ഇൻഡെക്സ് നമ്പർ 1 മുതൽ 1ലുള്ള എലമെന്റ് മുതൽ അങ്ങോട്ടെല്ലാം പ്രിന്റ് ആവും. എത്ര ഗ്യാപ്പിൽ, ഒന്നിടവിട്ട്. ഇതാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ തേർഡ് ഇൻഡെക്സ് വരെ എല്ലാം പ്രിന്റ് ആവും, ഒന്നിടവിട്ട്. ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, റിവേഴ്സിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. റിവേഴ്സ് ഏത് ലിസ്റ്റും റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. 2 കോളൻ ഇടാം, ദെൻ -1 കൊടുക്കാം. ഇനി റൈറ്റ് സൈഡിൽ നിന്നും നമുക്ക് ഇൻഡെക്സ് ചെയ്യാം. ഓക്കെ, എല്ലാ ലിസ്റ്റിനും റൈറ്റ് സൈഡിൽ നിന്ന് ഇൻഡെക്സ് കൊടുക്കുക. എങ്ങനെ, -1, -2, -3 അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ എലമെന്റിനെ ആക്സസ് ചെയ്യാം. അപ്പം ഇത്രയാണ് ഈ ടോപ്പിക്ക് വരുന്നത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.